الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ പുണ്യങ്ങളും പ്രതിഫലങ്ങളും ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ
ഞാൻ ഒരാളെ കാണാനിടയായി. അയാളെ എനിക്ക് നേരത്തെ പരിചയമില്ല. ഒരു 3-4 ദിവസം മുമ്പ് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ സമയം കുറിച്ചത് ഇന്നലെയാണ്. ഇങ്ങോട്ട് വരാം, ഇവിടെ വെച്ച് കാണാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. സംസാരത്തിനിടയിൽ അയാൾക്കത് പ്രയാസകരമാണെന്നറിഞ്ഞതിനാൽ അയാൾ ഉള്ളിടത്തേക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കണ്ടതാണ്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഓൺലൈനിൽ ലൈവായി കാണാൻ അവസരമുണ്ടായതിനെ തുടർന്ന് അയാൾക്ക് തോന്നിയതാണ് ഞാനുമായി ഒന്ന് സംസാരിക്കാം, അയാളുടെ ജീവിതകാര്യങ്ങളൊന്ന് പങ്കുവെക്കാം എന്നൊക്കെ. അങ്ങനെ ചെന്ന് കണ്ട് അയാളുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് പ്രധാനമായും. അതിലൊന്ന് ഇടപെട്ട് പരിഹാരമുണ്ടാകണം, അയാളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥക്ക് ഒരാശ്വാസം ഉണ്ടാകണം എന്നതാണ് അയാൾ പ്രധാനമായും ആഗ്രഹിച്ചത്. ഇടപെട്ട് പരിഹാരമുണ്ടായില്ലെങ്കിലും അതൊക്കെ പറയാൻ ഒരാളോട് കഴിഞ്ഞാൽ മതി എന്ന ഒരു മാനസികാവസ്ഥയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നതിനിടക്ക് അയാളുടെ വ്യക്തിപരമായ നിലവിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. സംസാരത്തിനിടയിൽ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ കണ്ടമിടറി ശ്വാസം കിട്ടാത്ത പോലെയൊക്കെയായി ആണ് ആ മനുഷ്യൻ സംസാരിച്ചത്. സംസാരത്തിൽ നിന്ന് അയാളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്കൊക്കെ സംസാരങ്ങൾ കടന്നു വന്നു. അപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോക്ക് ഉണ്ടായി. മെഡിക്കൽ കോളേജിൽ 3 മാസം കടന്നയാളാണ്. അതിനിടക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് തുടർ ചികിത്സക്കും സർജറിക്കും പണമില്ലാത്തതുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങി പോന്നതാണ്. അയാൾ അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരുന്ന് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരാൾ നിർബന്ധമായും മുടക്കാതെ തുടരേണ്ടുന്ന മരുന്നുകൾ കഴിക്കുന്നില്ല. മരുന്ന് വാങ്ങാൻ അയാളുടെ കയ്യിൽ ക്യാഷില്ല എന്നത് മാത്രമല്ല, തൽക്കാലം കുടിക്കാനുള്ള 4-5 ദിവസത്തേക്കുള്ള മരുന്ന് അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് അയാൾ കുടിക്കുന്നില്ല. അപ്പൊ അതെന്താ മരുന്നുണ്ടായിട്ട് കുടിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കഴിക്കാതെ
മരുന്ന് കഴിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിന് കയ്യിൽ പൈസ ഇല്ല. ആളൊരു അന്യനാട്ടുകാരനാണ്. കേരളത്തിൽ വന്ന് ഇവിടെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അതിനിടക്ക് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി കൂടിയാണ്. ഭക്ഷണം, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. മരുന്ന് വാങ്ങാൻ ആരെങ്കിലും സഹായിച്ചാൽ തന്നെ ഭക്ഷണശേഷം ആണ് മരുന്ന് കഴിക്കേണ്ടത് എന്നതുകൊണ്ട് പല നേരത്തും ഭക്ഷണത്തിന് വകയില്ലാത്തതുകൊണ്ട് ആ മരുന്ന് കഴിക്കാൻ തരമില്ല. നമ്മുടെ ചുറ്റും ഇങ്ങനെ കുറെ ജീവിതങ്ങൾ ഉണ്ട് എന്നത് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ ഉണ്ടായിരിക്കെ, നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അയാൾക്ക് പരിചയക്കാർ ധാരാളമുണ്ട്. അയാളുടെ അവസ്ഥ അറിഞ്ഞാൽ സഹായിക്കാൻ സന്നദ്ധമാവാൻ ബാധ്യതയുള്ള ആളുകളുണ്ട് അയാൾക്ക്. പക്ഷേ അയാളെ അവരൊന്നും അറിഞ്ഞിട്ടില്ല. ജീവിത തിരക്കുകൾക്കിടയിൽ അയാളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് നല്ല സാമ്പത്തിക സ്ഥിതിയിലും മാന്യമായും ജീവിച്ചയാളായതുകൊണ്ട് പരിചയമുള്ളവരോട് അതൊക്കെ പറയാൻ അയാൾക്ക് വലിയ പ്രയാസവും. യാദൃച്ഛികമായി ഇന്നലെ ആ കണ്ടുമുട്ടൽ സംഭവിക്കുന്നത് ഒരു പാലിയേറ്റീവ് കെയർ ദിനത്തിൽ കൂടിയാണ് എന്നത് ഓർക്കേണ്ടതാണ്. ഇസ്ലാമികമായി രോഗീ പരിചരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ദരിദ്രർ, മിസ്കീനുകൾ, അഗതികൾ, പലതരത്തിലുള്ള ആലംബഹീനരായ മനുഷ്യർ, അവരെയൊക്കെ അറിയുക, ചേർത്തു പിടിക്കുക, അവരെ സഹായിക്കുക, അവർ വീണുപോകാതിരിക്കാൻ കൈത്താങ്ങ് നൽകുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മിനിമം മനുഷ്യരുടെ സാമൂഹിക ബാധ്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരുപടി കൂടി അപ്പുറത്ത് വ്യക്തിപരമായ മുസ്ലിം ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. വ്യക്തിപരമായി ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം വ്യക്തിയോടുള്ള 6 ബാധ്യതകളിൽ പെട്ടതാണ് അയ്യാദത്തുൽ മരീം, രോഗി പരിചരണം എന്ന് പറയുന്നത്. അതിലുപരി നമ്മളിപ്പോൾ ഉള്ളത് ഒരു വിശുദ്ധ റമദാനിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇത് റജബ് മാസത്തിന്റെ അവസാനമാണ്. റജബ് മാസം അവസാനിക്കാൻ പോവുകയാണ്. റജബ് മുതൽ അങ്ങോട്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ, നന്മകളുടെ വസന്തകാലമായ റമദാനിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. റജബിന്റെ പ്രത്യേകത ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ആ പവിത്രമായ മാസങ്ങളെ കുറിച്ച് അല്ലാഹു പിന്നീട് പറയുന്നത് ദാലിക ദീനുൽ ഖയ്യിം, ഇതൊരു ദീനീ കാര്യമാണ്. മാസങ്ങൾ, ആ മാസങ്ങളിലെ ദിവസങ്ങൾ
ആ ദിവസങ്ങളുടെ പവിത്രത എന്നൊക്കെ പറയുന്നത് ഒരു പക്കയായ ദീനീ കാര്യമാണ്. ദാലിക ദീനുൽ ഖയ്യിം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട ആ മാസങ്ങളിൽ ആഹ്വാനം ചെയ്യുന്ന കാര്യം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് എന്നതാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. ചുരുക്കി പറഞ്ഞാൽ റമദാനിന് ഒരു മാസം മുമ്പ് കടന്നു വരുന്ന റജബ് എന്ന് പറയുന്നത് മനുഷ്യർ, പ്രത്യേകിച്ചും വിശ്വാസികൾ, സകല തിന്മകൾക്കും കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടുന്ന മാസമാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. സ്വന്തത്തിന് അക്രമമായി തീരുന്ന, സ്വന്തത്തോടുള്ള അക്രമമായി തീരുന്ന ഒരു കാര്യവും ചെയ്യരുത്, അതിലേർപ്പെടരുത്. അത്തരം ശീലങ്ങളെ വെടിയണം. അത് റമദാനിലേക്കുള്ള മുന്നൊരുക്കം കൂടിയാണ്. സ്വന്തത്തോടുള്ള അക്രമം നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭം എപ്പോഴാണ്? നമ്മൾ ശഅബാനും കഴിഞ്ഞ് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ റമദാനിലേക്കുള്ള മുന്നൊരുക്കം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ അർഹതയുണ്ടാവുക എന്നതാണ്. ഈമാനുണ്ടാവുക എന്നതാണ്. വിശ്വാസം ഉണ്ടാവുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. പിന്നീട് പരലോകത്തിലുള്ള വിശ്വാസം. പരലോകത്താണ്, യൗമുൽ ഹിസാബിലാണ് നമ്മളോട് ചെയ്ത അക്രമങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. നമുക്കത് ബോധ്യപ്പെടുക. ആ വിചാരണയുടെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിചാരണയുടെ സന്ദർഭങ്ങളിലെ വിവിധ രംഗങ്ങളെ ഇങ്ങനെ കൺമുമ്പിൽ കാണാൻ കഴിയും വിധം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു രംഗം യൗമുൽ ഹിസാബിൽ, വിചാരണയുടെ സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും സകല ലോകങ്ങളുടെയും അധിപനായ സാക്ഷാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് നിന്ന് വിചാരണ നേരിടുന്ന സന്ദർഭത്തിൽ വിധികർത്താവായി അല്ലാഹു നിൽക്കുകയും വാദിയും പ്രതിയുമായി മനുഷ്യർ മാറി മാറി അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും. ആ സന്ദർഭങ്ങളിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കെ വാദിയുടെ സ്ഥാനത്ത് സാക്ഷാൽ അല്ലാഹു കയറി നിൽക്കും. വിധികർത്താവിന്റെ റോളിൽ നിന്ന് ഒരല്പസമയത്തേക്ക് അല്ലാഹു നമുക്കെതിരെ വാദിയായി എണീറ്റ് നിൽക്കും. റസൂൽ വളരെ പച്ചയായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കും. ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കും, യബ്ന ആദം എന്ന് വിളിച്ചു, ആദമിന്റെ പുത്ര എന്ന് വിളിച്ചു. ഞാൻ രോഗിയായി കിടന്നു, പക്ഷേ നീ എന്തേ എന്നെ ശുശ്രൂഷിക്കാതിരുന്നത് എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. അത്ഭുതസ്തബ്ധനായി മനുഷ്യൻ റബ്ബുൽ ആലമീനായ അഖില ലോകങ്ങളുടെയും നാഥനായ അല്ലാഹുവേ, നിനക്ക് രോഗം ബാധിക്കുകയോ, നിനക്ക് രോഗം ബാധിച്ചാൽ തന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ ശുശ്രൂഷിക്കുക എന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുമെന്നാണ്. അതിന് അല്ലാഹുവിന്റെ മറുപടി ഉണ്ടാവുക, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്നിടത്ത് വെച്ച് അയൽപക്കത്തുള്ള, അപ്പുറത്തുള്ള, നാട്ടിലുള്ള ഇന്നാലിന്നയാൾ രോഗത്തിനടിപ്പെട്ട് ശുശ്രൂഷിക്കാൻ ആളില്ലാതെ, ഒരു നേരത്തെ മരുന്നിന് ഗതിയില്ലാതെ, ആ മരുന്നിന് മുമ്പ് കഴിക്കേണ്ടുന്ന ഭക്ഷണത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെട്ട് കിടന്നിരുന്നു. അയാളെ കണ്ടിരുന്നെങ്കിൽ, അയാളെ സഹായിക്കാൻ നിനക്ക് പറ്റിയിരുന്നെങ്കിൽ
നിനക്കയാളിൽ എന്നെ ദർശിക്കാമായിരുന്നു എന്ന് അല്ലാഹു പറയുമെന്നാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഉടുതുണിയുടെ കാര്യത്തിലുമൊക്കെ അള്ളാഹു ഇങ്ങനെ മനുഷ്യനെ എതിർപക്ഷത്ത് നിർത്തി, നീ എന്തുകൊണ്ട് എനിക്ക് അന്നം തന്നില്ല, നീ എന്തുകൊണ്ട് എനിക്ക് ഉടുതണി തന്നില്ല എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ്. ഇത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ പരലോകത്ത് കടന്നു പോകേണ്ടി വരുമെന്നുള്ളത്. അതിനെക്കുറിച്ച് ആ വിശ്വാസത്തെ രൂഢമൂലമാക്കുകയും അതിന്റെ പ്രായോഗികമായ സമീപനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്. ജനുവരി 15 കേരള പാലിയേറ്റീവ് കെയർ ദിനമാണ്. നമുക്ക് സംഘടിതമായി അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഉണ്ടായത്, നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ, പരിചരിക്കാൻ പാലിയേറ്റീവ് സംവിധാനങ്ങളുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഇക്കാലത്ത് നമ്മുടെ ഒരു അഭിമാനമാണ്. പക്ഷേ ദീനിയായി ആലോചിക്കുമ്പോൾ വ്യക്തിപരമായി നമുക്ക് സംഭവിച്ചിട്ടുള്ള പരാജയത്തിന്റെ അനന്തരഫലമാണ് സംഘടിതമായ ഇത്തരം സംവിധാനങ്ങളെന്ന്. വ്യക്തിപരമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ, സ്വന്തം കുടുംബത്തിലുള്ളവരെ, അയൽപക്കത്തുള്ളവരെ, അവരോടുള്ള ബാധ്യതകളെ കാണാൻ, കണ്ടറിയാൻ, അവിടെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധ്യമായിരുന്നുവെങ്കിൽ ഇത്തരം സംഘടിത സംവിധാനങ്ങളുടെ ആവശ്യം ഇത്ര വിപുലമായ സ്വഭാവത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നമ്മൾ അത്തരം ബാധ്യതകളിൽ നിന്ന് ഭൗതികമായ ജീവിത താല്പര്യങ്ങളുടെ പേരിൽ പിറകോട്ട് പോയതിന്റെ പേരിൽ നന്മ അവശേഷിക്കുന്ന സമൂഹത്തിലെ ചിലരുടെ മുൻകൈയാൽ രൂപം കൊണ്ടിട്ടുള്ള സംവിധാനങ്ങളാണ് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ അത് ലോകത്തിന് തന്നെ മാതൃകയായി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. ലോകം അത് കേരളത്തിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന് മാത്രമല്ല, ഇപ്പോഴും വലിയ പ്രചാരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള പലയിടങ്ങളിലുമുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കേവലമായ മരുന്ന് കൊടുക്കലിലും ചികിത്സയിലും മാത്രം പരിമിതമാണ്. അതേസമയത്ത് സാർവത്രിക പരിചരണം, അയൽപക്കത്ത് കൂട്ടായ്മകളിലൂടെ എന്ന ഒരു സന്ദേശം ആണ് ഈ വർഷം പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, രോഗിയായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മരുന്നും ചികിത്സയും മാത്രമല്ല, അയാൾക്ക് സാമൂഹികമായി പരിഗണന കിട്ടുക, മാനസികമായി അയാൾക്ക് പരിഗണന കിട്ടുക, താൻ വീഴുമ്പോൾ തന്നെ താങ്ങാൻ ചുറ്റുഭാഗത്തും നന്മയുള്ള മനുഷ്യരുടെ കൈകളുണ്ടാവുക എന്ന ധൈര്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ അസ്വസ്ഥപ്പെടുത്തുന്ന ആധി, ഒരുപാട് രോഗാവസ്ഥകളിലുള്ള ഞാൻ ഇതിലപ്പുറം രോഗബാധിതനായി വീണുപോയാൽ എന്നെ താങ്ങാൻ ആരുണ്ടാകും എന്ന ആധിയാണ് ആ മനുഷ്യനെ അലട്ടുന്നത്. അപ്പോ ഈ ഒരു സംഭവം യാദൃശ്ചികമായി ഉണ്ടാവുകയും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ഒരു പ്രാധാന്യം പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ യാദൃശ്ചികമായി ഉണ്ടായ ഒരു കാര്യമാണ്. അത് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വലിയ മനുഷ്യപ്പറ്റുള്ള, ഒരുപാട് മനുഷ്യർക്ക് വലിയ ആശ്വാസങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശാരീരികമായ വേദനകൾക്കപ്പുറം ഒരു രോഗി അനുഭവിക്കുന്ന സാമൂഹികവും മാനസികവും ആത്മീയവുമൊക്കെയായ ദുരിതങ്ങൾക്കും പരിഹാരം വേണം എന്ന ഒരു ആശയമാണ് പാലിയേറ്റീവ് കെയറുകൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്ന ഒരു പരിപാടി പ്രത്യക്ഷത്തിൽ ആ സംവിധാനങ്ങളുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമുള്ള സാമ്പത്തിക വിഭവ സമാഹരണമാണ്. പക്ഷേ അത് നടക്കേണ്ടതാണ്
നമ്മുടെ പള്ളിയിൽ ഈ ഇന്നത്തെ ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ചയിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ മഹല്ലിന്റെ കൂടി ഭാഗമായ ചുങ്കം പാലിയേറ്റീവിന് വേണ്ടിയുള്ള ക്ലിനിക്കിന് വേണ്ടിയുള്ള കളക്ഷൻ നടക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ആ സംവിധാനവുമായി സഹകരിക്കും. സാമ്പത്തിക വിഭവസമാഹരണം എന്നതിനപ്പുറത്ത് ആ സംവിധാനങ്ങൾ നിലനിന്നു പോകുന്നതിന്റെ ഒരടിസ്ഥാനം അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ചലഞ്ച് അതിന്റെ ഭാരവാഹികൾ തന്നെ നമ്മോട് പങ്കുവെച്ച കാര്യം, പണം പല സന്ദർഭങ്ങളിൽ മനുഷ്യർ തരാൻ സന്നദ്ധമാണ്. പണത്തിന്റെ കുറവിനേക്കാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം സ്വബറുള്ള, മനുഷ്യപ്പറ്റുള്ള, രോഗികളെ അവരുടെ അവസ്ഥയറിഞ്ഞ് പരിചരിക്കാനും കൈകാര്യം ചെയ്യാനും പരിശീലനം നേടാനും അതിന്റെ അടിസ്ഥാനത്തിൽ സേവനം ചെയ്യാനും സന്നദ്ധതയുള്ള മനുഷ്യരുടെ കുറവ്, സന്നദ്ധ സേവകരുടെ കുറവ്, വളണ്ടിയേഴ്സിന്റെ കുറവ് എന്നത് ഈ മേഖല അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ദിനാചരണം മുന്നോട്ട് വെക്കുന്ന പ്രമേയത്തെ മുൻനിർത്തി നമ്മളെല്ലാവരും ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനമായി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടകങ്ങളെ ഒരുക്കി നിർത്തണം എന്നതാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ അത്തരം പരിചരണങ്ങൾ ആവശ്യമുള്ള ആളുകളെ നമ്മൾ കാണാതെ പോകരുത്, നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകരുത്. തൊട്ടയൽപക്കത്ത് ഒരാൾ രോഗസമയത്ത് കിട്ടേണ്ടുന്ന പരിചരണം കിട്ടാതെ മരിച്ചുപോയത് നമ്മൾ അറിയുന്നത് അയാൾ മരിച്ചതിന്റെ പിറ്റേന്ന് വരുന്ന പത്രത്തിലെ ന്യൂസിലൂടെ ആവരുത് എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ തോറ്റുപോകും. ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് നമ്മൾ തോറ്റുപോകും എന്ന ഒരു ദീനിയായ വിശ്വാസവശം നമ്മൾ ദൃഢമായി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എല്ലാവരും ആർത്തലച്ച് വരേണ്ടുന്ന ഒരു മേഖലയല്ല. പരിശീലനത്തിന് സന്നദ്ധതയുള്ള, സ്വബറുള്ള മനുഷ്യരെ മയത്തിൽ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള, ഒരുപക്ഷെ മുതിർന്ന ആളുകളുടെ ശാരീരിക ശേഷിയും മറ്റും ഒക്കെ വെച്ച് അവരെക്കാൾ ആ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുക യുവതലമുറയിൽപ്പെട്ട ആളുകൾക്കായിരിക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദേശത്തെ ഗൗരവത്തിലെടുത്ത് മഹല്ലിലെ ചെറുപ്പക്കാർ പാലിയേറ്റീവ് കെയർ സംവിധാനവുമായി ശാരീരികമായി അതിൽ സേവനമനുഷ്ഠിക്കാനുള്ള സന്നദ്ധതയുമായി മുന്നോട്ട് വരണം എന്ന് പ്രത്യേകം ഉണർത്തുകയും ആഹ്വാനം ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായി സാമൂഹികമായി നമുക്കുള്ള എല്ലാ ബാധ്യതകളെയും അറിഞ്ഞു നിർവഹിക്കുകയും അതുവഴി അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടി വിചാരണ നാളിൽ അല്ലാഹുവിൽ നിന്ന് സ്വർഗം ഏറ്റുവാങ്ങി വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا في غزة اللهم انصر إخواننا في الضفة الغربية اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في إيران اللهم انصر إخواننا في كل بلد من بلاد العالم يا رب العالمين اللهم انصرهم على أعدائهم أجمعين يا ذا الجلال والإكرام اللهم انصرهم على الظالمين اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.